എല്ലാവർക്കും നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 10, ലോക മനുഷ്യാവകാശ ദിനം. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ ലോകമഹായുദ്ധങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ലോകത്തിനോട് ഇത് പറയുകയും ചെയ്തു. 48 എന്ന് പറയുമ്പോൾ ഏകദേശം 2024 10-70-19 വർഷത്തോളം ആകുന്നു. അപ്പോൾ ഇത്രയും വർഷമായി കേരളത്തിൽ അതുപോലെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടന്നിട്ടുള്ളത്. അവർ റൈറ്റ്സ്, ഫ്യൂച്ചർ റൈറ്റ്സ്, റൈറ്റ്സ് നൗ, നമ്മുടെ അവകാശങ്ങൾ, ഭാവിയിലെ അവകാശങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോഴുള്ള അവകാശങ്ങൾ തുടങ്ങിയ വിഷയമാണ് ഈ വർഷത്തെ തീമായി വച്ചിരിക്കുന്നത്. എത്രയോ ആളുകൾ വിചാരണ കൂടാതെ തടവുകളിൽ കിടക്കുന്നു. FIR ഇട്ട് കേസെടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ വിചാരണ നടത്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാതെ വിചാരണ തന്നെ നീണ്ടുപോകുന്ന എത്രയോ സംഭവങ്ങൾ. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, മാധ്യമങ്ങളുടെ അവകാശത്തെ ലംഘിക്കുന്ന സംഭവങ്ങൾ. ദളിതന്മാരുടെ, ആദിവാസികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, അങ്ങനെ സമൂഹത്തിലെ അശരണരായിട്ടുള്ള അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ അവകാശങ്ങൾ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നങ്ങൾ. ഓഫീസുകളിൽ ചെന്നാൽ, ഏത് ഓഫീസിൽ ചെന്നാലും ചെല്ലുന്നയാള് കൂടി നികുതി കൊടുത്തിട്ടാണ് ഇരിക്കുന്ന ആളിന് ശമ്പളം കിട്ടുന്നതെന്ന് തിരിച്ചറിയാതെ ചെല്ലുന്ന ആളിന്റെ അവകാശങ്ങളെ നിഷേധിക്കുകയും നൽകാനിരിക്കുന്ന ആളുകളുടെ ഒരു ദാനം പോലെ വരുന്നവരോട് അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ നേടാൻ വരുന്നവരോട് പെരുമാറുന്ന വലിയ അവകാശ ലംഘനങ്ങളാണ് നടക്കുന്നത്. ഭരണഘടനയുണ്ട്. ഇന്ത്യക്ക് വലിയ നല്ല ലിഖിതമായ വിശാലമായ ഭരണഘടനയാണുള്ളത്. അതിനകത്തുമൊക്കെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഓരോ ഭാഗമായി പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം സംസാരിക്കുമ്പോഴും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നത്. പ്രതിഷേധിക്കുവാനുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു, സമരങ്ങളെ അടിച്ചമർത്തുന്നു. ജയിലിൽ പിടിച്ചിരുന്ന ആരെയും നമുക്ക് ജയിലിൽ പിടിച്ചിടാം. വിചാരണ കൂടാതെ എത്ര കാലം വേണം വിട്ടേക്കാൻ കഴിയും. എത്രയോ ആളുകളാണ് അങ്ങനെ ഉള്ളിൽ കിടക്കുന്നത്. നമുക്കിഷ്ടമില്ലാത്ത ആളുകൾ, നമ്മുടെ പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടുള്ള ആളുകളെ കാപ്പ ചുമത്താം, നമുക്ക് മറ്റ് രാജ്യദ്രോഹ കുറ്റം ചുമത്താം. അങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യാവകാശ ദിനത്തിൽ എത്ര ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് ബോധമുണ്ട്? ഭരണകൂടങ്ങൾക്ക് എന്ത് ബോധ്യമാണുള്ളത്? സാധാരണ ജനങ്ങൾക്ക് എന്ത് ബോധ്യമാണുള്ളത്? സംഘടനകൾ എടുത്താൽ പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ വിദ്യാർത്ഥി സംഘടനയ്ക്കോ ഏതെങ്കിലും ഒരു കോളേജിലോ സ്ഥാപനത്തിലോ അപ്പർ ഹാൻഡ് കിട്ടിയാൽ ബാക്കിയുള്ളവരുടെ അവകാശം ലംഘിക്കപ്പെടുന്നുണ്ട്. അവർ ബാക്കിയുള്ളവർ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഓഫീസുകളിൽ സർവീസ് സംഘടനകൾ, ഏതെങ്കിലും സർവീസ് സംഘടനയ്ക്ക് അപ്പർ ഹാൻഡ് കിട്ടിയാൽ മറ്റ് സർവീസ് സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓരോരുത്തർക്കും അവരവരുടെ മനുഷ്യരെന്നുള്ള നിലയിൽ അവരവർക്ക് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത മറ്റൊരാളിന് കൂടിയുണ്ട്. ഈ ഓരോരുത്തരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഓരോ സംഘടനയുടെയും സ്ഥാപനങ്ങളുടെയും പാർട്ടികളുടെ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഭരണകൂടങ്ങൾക്ക് ഉറപ്പുവരുത്താൻ ബാധ്യതയുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ ഭരണഘടനയും ഈ സംവിധാനങ്ങളും വെച്ചിരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യാവകാശ ധ്വംസനവും മനുഷ്യാവകാശ ലംഘനവുമാണ്. കേസ് കൊടുക്കാനൊക്കെയാണ് പറയുന്നത്. എല്ലാവർക്കും കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ കഴിയുമോ? സാമ്പത്തിക പ്രശ്നമുണ്ട്, വക്കീലിനെ വെക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വെച്ചാൽ തന്നെ മുൻസിഫ് കോടതി മുതൽ കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കിടക്കുകയാണ്. അപ്പോൾ ഒരാളിനെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ എന്തെളുപ്പമാണ്. ഭോപ്പാലിലെ ജനങ്ങൾ, എത്ര വർഷമായി ഭോപ്പാൽ സംഭവം ഉണ്ടായിട്ട്, ഗ്യാസ് ട്രാജഡി ഉണ്ടായിട്ട്. എൻഡോസൾഫാൻ, നമ്മുടെ കാസർഗോഡ് എൻഡോസൾഫാൻ, വിഴിഞ്ഞത്തെ ആളുകളുടെ പുനരധിവാസം, ഓരോ പ്രദേശം എടുത്ത് നോക്കൂ. രോഗികളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ
അംഗപരിമിതി ഉള്ളവരുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ, പരിസ്ഥിതി അഭയാർത്ഥികളുടെ അവകാശങ്ങൾ, നർമ്മദയിലെ ബച്ചാവൻ ആളന്തോളന്റെ ഭാഗമായി നടക്കുന്ന സമരങ്ങളുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ അവകാശങ്ങൾ, വയനാടിലെ ജനതയുടെ അവകാശങ്ങൾ. ഇപ്പോൾ നോക്കൂ, ഓഹിയിൽ കുടുംബം നഷ്ടപ്പെട്ടവരുടെ ആളുകൾ മത്സ്യത്തൊഴിലാളികൾ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ അവകാശങ്ങൾ, ഇതെല്ലാം ലംഘിക്കപ്പെടുകയാണ്. പ്രളയത്തിന്റെ കാര്യത്തിൽ, പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ്. ഓരോ നിമിഷവും ഭരണകൂടങ്ങളുടെ ഭാഗമായി, അല്ലെങ്കിൽ അത് കേന്ദ്രമെടുത്താലും സംസ്ഥാനങ്ങൾ എടുത്താലും യാതൊരു വിചാരണയും കൂടെയാണ് മാധ്യമപ്രവർത്തകരെ ജയിലിലിട്ടിരുന്നത്. എന്താണ് ഇവര് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്? സമരം ചെയ്യാനുള്ള അവകാശങ്ങളെ അടിച്ചമർത്തുന്നു, ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്നു, സഞ്ചാര സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ വലിയ മുന്നേറ്റം രാജ്യത്തുണ്ടാവേണ്ടതുണ്ട്. ആ മുന്നേറ്റം ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനം ഇതിനെ സംബന്ധിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. രാജ്യത്തെ നിയമങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, പോക്സോ കേസുകൾ എന്തുമാത്രമാണ്. കുട്ടികളുടെ അവകാശങ്ങൾ, ബാലാവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. വനിതകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. വയസ്സായ സീനിയർ സിറ്റിസന്മാരുടെ അവകാശങ്ങൾ, പലർക്കും ഇത് അറിഞ്ഞു പോലും കൂടെ എന്താണ് ഒരു അവകാശമുള്ളതെന്ന്, എനിക്ക് എന്ത് സിറ്റിസൺ എനിക്ക് എന്ത് അവകാശങ്ങൾ ഉണ്ട് എന്ന്, നിയമത്തിന്റെ പരിരക്ഷയിൽ എനിക്ക് എന്തൊക്കെയാണ് അവകാശങ്ങൾ, റൈറ്റ്സ് കിട്ടുന്നതെന്ന് പോലും അറിയാത്ത എത്രയോ പാവങ്ങൾ. അപ്പോൾ അവിടെയാണ് ഈ ബഹുജന വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത, ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ ആവശ്യകത. അപ്പോൾ ഇത് ഒരു ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, സുതാര്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യാവകാശ ലംഘനങ്ങളെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. അപ്പോൾ ആ മനുഷ്യാവകാശ ലംഘനങ്ങളെ വിചാരണയിലിരിക്കുന്ന തടവുകാരെ, അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന തടവുകാർക്കെതിരെ അടിയന്തരമായി നിശ്ചിത കാലയളവിനുള്ളിൽ കേസ് പരിശോധിച്ച് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം, അല്ലെങ്കിൽ അവരെ പുറത്തുവിടണ്ടേ? വർഷങ്ങൾ കടന്നു കഴിഞ്ഞാൽ ആരാണ് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക? അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ദിവസം ഉയർന്നു വരുന്നത്. ഇത് മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം 1948 ഐക്യരാഷ്ട്രസഭ അങ്ങനെ പറഞ്ഞുവെങ്കിലും ഇതൊന്നും ലോകത്ത് വേണ്ടത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ സംഘർഷമാണ് നടക്കുന്നത്. അവരുടെ അവകാശം ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ? ഓരോ വിഷയങ്ങളുടെ പേരിൽ ലോകത്തിലാകെ വലിയ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സംഭവിക്കുന്നത്. അതിനെതിരെയുള്ള ജനകീയ പ്രതിരോധങ്ങളും ജനാധിപത്യ വിശ്വാസികളുടെ സംഘം ചേരലും ജനാധിപത്യ വിശ്വാസികളുടെ കൂട്ടായ പ്രവർത്തനവും വലിയ ബഹുജന വിദ്യാഭ്യാസവും നമുക്ക് ആവശ്യമുണ്ട്. അതിനുള്ള ചിന്തകളാകട്ടെ ഈ വർഷത്തെ മനുഷ്യാവകാശ ദിനം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത്തരം പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ.